വിശദമായ വാർത്തയിലേക്ക്. പ്ലസ് ടു പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 83.87% വിജയം. കഴിഞ്ഞ തവണത്തേക്കാൾ വിജയശതമാനം കുറവാണ് ഇത്തവണ. 78 സ്കൂളുകളിലാണ് 100% വിജയം. സയൻസിൽ 86.14%, ഹ്യൂമാനിറ്റീസിൽ 75.61%, കൊമേഴ്സിൽ 85.69% പേരും ഉപരിപഠനത്തിന് അർഹത നേടി. പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസ്യതയുടെ പ്രശ്നമായതുകൊണ്ട് 2022 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2028 സ്കൂളുകളിലായി സ്കൂൾ ഗോയിങ് റെഗുലർ വിഭാഗത്തിൽ നിന്ന് 3,61,091 361,091 പേർ പരീക്ഷ എഴുതിയതിൽ 3,02,865 3,02865 പേർ ഉന്നത വിജയത്തിന് യോഗ്യത നേടി. വിജയശതമാനം 83.87%. സയൻസിലെ പരീക്ഷ എഴുതിയവരുടെ ടോട്ടൽ നമ്പർ 1,79,153 179,153. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,54,320 154,320 86.14%. ഹ്യൂമാനിറ്റീസ് പരീക്ഷ എഴുതിയത് 72,983 72,983. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 55,183 55,183. വിജയശതമാനം 75.61. കൊമേഴ്സ് പരീക്ഷ എഴുതിയത് 1,08,955 1,08,955. ഉപരിപഠനത്തിന് അർഹത നേടിയവർ 93,362 93,362 85.69%. ടെക്നിക്കൽ പരീക്ഷ എഴുതിയത് 1,518. ഉപരിപഠനം 1,043 1043 68.71 68.71. ആർട്ട് കലാമണ്ഡലം 67 പേരാണ് പരീക്ഷ എഴുതിയത്. 58 പേർ ഉപരിപഠനത്തിലുള്ള യോഗ്യത നേടി 86.57%. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂളുകൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണമാണ് പറയുന്നത് ഞാൻ. 1,53,673 1,5,3,6,7,3. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,25,581 1,2,2,5,5,8,1. മൂല്യനിർണ്ണയത്തിന് ശേഷം 20 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. ഇത്തവണയും ഗ്രേസ് മാർക്ക് ഇല്ലായിരുന്നു. SS ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വിജയശതമാനം കുറവാണ്. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വിജയശതമാനത്തിൽ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ 87.94 വിജയശതമാനമെങ്കിൽ ഇത്തവണ അത് 83.87 കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ പരീക്ഷ എഴുതിയവർ 3,61,091 പേരാണ്. ഇതിൽ 3,02,865 പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. ഏതായാലും അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ഏറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതായത് ഗ്രേസ് മാർക്ക് ഇത്തവണ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ ഫോക്കസ് ഏരിയ വിവാദമുണ്ടായിരുന്നു. 70% ചോദ്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ നിന്നും, ബാക്കി 30% ചോദ്യങ്ങൾ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുമാണ് ചോദിച്ചിരുന്നത്. സയൻസ് വിഷയങ്ങൾക്ക് 86.14 വിജയശതമാനം, ഹ്യൂമാനിറ്റീസ് 75.61. കൊമേഴ്സ് വിജയശതമാനം 85.69. ഇനി സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 81.72 വിജയശതമാനം. അൺഎയ്ഡഡ് മേഖലയിൽ 81.12 വിജയശതമാനം. എയ്ഡഡ് മേഖലയിൽ 86.2 വിജയശതമാനം. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല കോഴിക്കോടാണ്, 87.79. ഏറ്റവും കുറവ് വയനാടാണ്. 100 മേനി വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണത്തിലും വലിയ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ 136 സ്കൂളുകൾ 100 മേനി വിജയം നേടിയതാണ്. എന്നാൽ ഇത്തവണ അത് 78
കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറവ് ആളുകൾ, അതായത് പരീക്ഷ എഴുതിയ ഏറ്റവും കുറവ് ആളുകൾ ഉള്ളത് വയനാടാണ്. ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയത് മലപ്പുറത്താണ്. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളുടെ എണ്ണത്തിലും വലിയ കുറവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണ 48,000-ലധികം കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിരുന്നെങ്കിൽ അത് ഇത്തവണ 28,450 കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ A+ നേടിയ, അതായത് A+ നേടിയ കൂടുതൽ കുട്ടികൾ ഉള്ള ജില്ല മലപ്പുറമാണ്. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾക്ക് ഈ മാസം 25 വരെ അപേക്ഷിക്കാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. സേ പരീക്ഷ അടുത്ത മാസം 25 മുതൽ നടക്കും. തിരുവനന്തപുരത്ത് നിന്നും SS ശരണാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്തു. തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തത്. പൾസർ സുനിയുടെ കത്തുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്തത് എന്നാണ് അറിയുന്നത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, ഏത് സാഹചര്യത്തിലായിരുന്നു ഈ പൾസർ സുനിയുടെ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? വിവരങ്ങൾ എപ്പോഴായിരുന്നു ചോദ്യം ചെയ്യൽ? അശ്വതി, ഇന്നലെയാണ് നടൻ സിദ്ദിഖിനെയും അതുപോലെ അൻവർ ആശുപത്രിയിലെ ഡോക്ടർ ഹൈദരാലിയെയും ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തത്. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. അവരവരുടെ വീടുകളിൽ എത്തിയാണ് ചോദ്യം ചെയ്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നടൻ സിദ്ദിഖ് നോട് രണ്ട് കാര്യങ്ങളിലാണ് ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വരുത്തേണ്ടിയിരുന്നത്. ഒന്ന്, പ്രധാനമായും പൾസർ സുനി എന്ന സുനിൽകുമാർ ജയിലിൽ നിന്ന് ദിലീപിന് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്തിലെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒന്ന്. മറ്റൊന്ന്, നടൻ സിദ്ദിഖ് നടത്തിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു. ഒരു യൂട്യൂബ് ചാനലിൽ ദിലീപിന് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് ഈ നടൻ സിദ്ദിഖ് പറഞ്ഞിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഒരു വിശദാംശങ്ങൾ വേണ്ടിയിരുന്നത്. ഏതായാലും നേരത്തെ സിദ്ദിഖ് എന്നോട് മൊഴി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പും പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും നടൻ സിദ്ദിഖിനെ ഇന്നലെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ്. സിദ്ദിഖ് ഈ കേസിൽ സാക്ഷിയാണ്. നേരത്തെ ഈ കേസിൽ കൂറുമാറുകയും ചെയ്തിരുന്നു സിദ്ദിഖ്. അതുപോലെ തന്നെ മറ്റൊരാൾ ഈ ആലുവ അൻവർ ആശുപത്രിയിലെ ഡോക്ടർ ഹൈദരാലിയാണ്. ഡോക്ടർ ഹൈദരാലി, അതായത് ഈ സംഭവം നടക്കുമ്പോൾ, നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുമ്പോൾ ദിലീപ് ഈ അൻവർ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു എന്നാണ് ദിലീപ് മൊഴി നൽകിയിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിന് ഇടെ ഈ ദിലീപ് ആ സമയത്ത് ആശുപത്രിയിലായിരുന്നില്ല എന്നായിരുന്നു അൻവർ ആശുപത്രിയിലെ ഡോക്ടറായ ഹൈദരാലി മൊഴി നൽകിയത്. എന്നാൽ അതിനുശേഷം വിചാരണ വേളയിൽ ഈ ഡോക്ടർ ഹൈദരാലി മൊഴി മാറ്റിയിരുന്നു. ദിലീപ് തന്റെ ആശുപത്രിയിൽ തന്നെയായിരുന്നു എന്നാണ് ഹൈദരാലി പറഞ്ഞത്. ഏതായാലും ഇവരെ രണ്ടുപേരെയുമാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് ഇന്നലെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ശരി സുവി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ ശസ്ത്രക്രിയ വൈകിയതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ താക്കീതുമായി ആരോഗ്യമന്ത്രി. ഡോക്ടർമാർക്കല്ലാതെ ആർക്കാണ് ഉത്തരവാദിത്വം എന്നും ആളുകളുടെ ജീവന് ഒരു വിലയുമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും വീണ ജോർജ് പറഞ്ഞു. KGMCTയെയും മന്ത്രി വിമർശിച്ചു. സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ സംഭവത്തിൽ അന്വേഷണ വിധേയമായിട്ടാണ് 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സമഗ്രമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്. ഓരോ വ്യക്തിയുടെയും ജീവനും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തമില്ല എങ്കിൽ പിന്നെ ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളത്? വിദ്യാർത്ഥികൾക്കോ? കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ചില രീതികൾ, ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സർക്കാർ അനുവദിക്കില്ല. അപ്പൊ അതില് വളരെ കർശനമായിട്ടുള്ള, വളരെ കൃത്യമായ അന്വേഷണം നടത്തും. സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതില് സർക്കാർ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിലൊരു മാറ്റവുമില്ല. അതേസമയം വൃക്ക മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ഏറ്റുവാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് വൃക്കയുമായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയ അരുൺ ദേവ് പറയുന്നു. ജീവന്റെ വില അറിയാവുന്നതുകൊണ്ടാണ് വൃക്കയുമായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടിയത്. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് 10 മിനിറ്റ് കാത്തുനിന്നതായും അരുൺ ദേവ് പറഞ്ഞു. 2:30 മണി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിലെ സർജറി കഴിഞ്ഞ് ഈ ഓർഗൻ അവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് 2:15 വണ്ടി ഇവിടെ തിരിച്ചു 5 മണിയായപ്പോൾ ഇവിടെ എത്തി. അപ്പം വണ്ടി ഓടി വരുന്ന ആ ഒരു ഇതിൽ നോക്കിയപ്പം ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിക്കാരൊന്നും അലേർട്ടല്ലായിരുന്നു. പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് പോലീസിന്റെ ഇതിലായിരുന്നു, പോലീസിന്റെ കീഴിലാണ് ഈ ഓർഗൻ വന്നത്. എന്ന് പറഞ്ഞാൽ എറണാകുളം തൊട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഈ ആംബുലൻസിന്റെ കൂട്ടായ്മയും സംഘടന എല്ലാം കൂടെ ചേർന്നാണ്
ഈ കുറെ ഈ ഒരു സാധനം വൈകിട്ട് ഒരു 5:15 തിരുവനന്തപുരത്ത് എത്തുന്നത് തന്നെ. അപ്പൊ വന്ന ആ സ്പീഡിൽ സെക്യൂരിറ്റിമാരും അറിഞ്ഞിട്ടില്ല. ഇത് റിസീവ് ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിലെ അന്നത്തെ ഡോക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള മുകളിലോട്ടങ്ങ് ഓടി. ഒരു ജീവനാണ് അതിന്റെ തിരിക്കണമെന്നുള്ള ഇത് കൊണ്ട് എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത്. അല്ലാതെ വേറെ തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലാതെ വേറെ രീതിയിലൊന്നും അല്ല നമ്മൾ അത് എടുത്തുകൊണ്ട് ഓടിയത് തന്നെ. ഒരു ജീവനായതുകൊണ്ട് ഒരു ജീവൻ കൊണ്ട് മേളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതൊരു ആംബുലൻസുകാരനെ അതിന്റെ ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. അത് എത്രയും പെട്ടെന്ന് കൊണ്ടെത്തിക്കാനുള്ളത്. ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് KGM-CTA-യും IMA-യും. തുടർ നടപടികൾ ആലോചിക്കാൻ ഉച്ചയ്ക്ക് യോഗം ചേരും. ഡോക്ടർമാരുടെ ഭാഗത്തോ ശസ്ത്രക്രിയ നടത്തുന്നതിന്റെ ഭാഗത്തോ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഏകോപനത്തിന്റെ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് ഒരു മാധ്യമങ്ങൾ ആരോപിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു വീഴ്ച ഏകോപനത്തിൽ ഉണ്ടായിരുന്നു തെളിയിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിന് ഏത് അന്വേഷണവും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കിവിടെ മറയ്ക്കാനൊന്നുമില്ല. കാരണം ഓരോ രോഗിക്കും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഒരു അത്താണി. ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ ചികിത്സയും നിങ്ങൾ ഓരോരുത്തർക്കും രക്ഷപ്പെടണമെന്നുള്ള ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഞങ്ങൾക്ക് മറയ്ക്കാൻ എന്താണ്, ഏത് അന്വേഷണവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഒരു വശത്ത് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധമുണ്ട്, മറുഭാഗത്ത് കർശന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ മരിച്ച സുരേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. അല്പം മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം RDO തിരികെ പോയി. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയും 2 മണിക്കൂറോളം എടുക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരിച്ച സുരേഷിന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ആശുപത്രി സൂപ്രണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആശുപത്രി സൂപ്രണ്ടും പരാതി നൽകും. അത് ഇത്തരത്തിൽ വൃക്കയുമായി എത്തിയ ശേഷം വൃക്ക ഏറ്റുവാങ്ങിയവർ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഏറ്റുവാങ്ങിയത്. അത്തരത്തിൽ ആശുപത്രി നിർദ്ദേശമില്ലാതെ ഏറ്റുവാങ്ങിയതിൽ വാങ്ങിയ വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകുന്നത്. എന്തായാലും സർക്കാർ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഏകോപനത്തിൽ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ഇന്നും ആവർത്തിക്കുന്നത്. ഇത്തരത്തിൽ അവയവം എത്തിക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ടതും അത് കൊണ്ടുപോകേണ്ടതിനുമെല്ലാം കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം അത് പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ ചുമതലയുള്ളവരെ സസ്പെൻഡ് ചെയ്ത നടപടി ഒരു അച്ചടക്ക നടപടിയായി കാണേണ്ടതില്ല. അത് അന്വേഷണ വിധേയമായി മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. തുടർ നടപടി അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി അന്വേഷണം തുടരുന്നുണ്ട്. എല്ലാവരുടെയും മൊഴിയെടുക്കും, എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. അതേസമയം നിലവിലെടുത്ത നടപടി, അതായത് 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കില്ല എന്നും മന്ത്രി ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ മന്ത്രിയുടെ നിലപാടിനെതിരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGM-CTA രംഗത്തെത്തിയിരിക്കുന്നത്. തിടുക്കത്തിൽ അന്വേഷണം നടത്താതെയുള്ള നടപടിയാണ് 2 ഡോക്ടർമാർക്കെതിരെയും എടുത്തിരിക്കുന്നത്. ഏകോപനത്തിൽ പിഴവുണ്ടെങ്കിൽ ആ പിഴവ് കണ്ടെത്തിയ ശേഷം നടപടിയെടുത്താൽ അത് സ്വീകരിക്കും. മരണകാരണം പോസ്റ്റ്മോർട്ടം ശേഷം മരണകാരണത്തിൽ മരണം സംഭവിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നടപടിയെടുത്താലും സ്വീകരിക്കും. അല്ലാതെ തിടുക്കത്തിൽ എടുത്ത നടപടി അംഗീകരിക്കാനാകില്ല എന്നാണ് KGM-CTA നിലപാട്. ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്ന രീതി അത് ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തും. അതുകൊണ്ട് തന്നെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് KGM-CTA തീരുമാനം. അതുകൂടാതെ ഇത്തരത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർ ആ സമയത്ത് ഇടപെട്ട രീതിയെയും KGM-CTA വിമർശിക്കുന്നുണ്ട്. ആശുപത്രി അധികൃതരും KGM-CTA-യും ഈ വിഷയത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ആംബുലൻസ് ഡ്രൈവർമാർ അവയവം അടങ്ങുന്ന പെട്ടി ഏറ്റുവാങ്ങി കൊണ്ടുപോയതാണ് എന്നുള്ള ന്യായീകരണത്തിലാണുള്ളത്. പക്ഷേ അവർ, അതായത് ഇത് കൊണ്ടുപോയ അരുൺ ദേവ് നമ്മളോട് പ്രതികരിച്ചു. അരുൺ ദേവ് പറയുന്നത് ഇത്തരത്തിൽ വാങ്ങാൻ ഇത്തരത്തിൽ ആംബുലൻസിൽ എത്തിച്ച ശേഷം ഏകദേശം 3 മണിക്കൂർ കൊണ്ട് വളരെ വേഗത്തിൽ പോലീസിന്റെ എല്ലാം സുരക്ഷിതത്വം നൽകി ഇവിടെ എത്തിച്ചെങ്കിലും ഇവിടെ എത്തിച്ച ശേഷം ഏറ്റുവാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റോളം ആരും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ അത് ഏറ്റുവാങ്ങി ആശുപത്രിയിൽ ഇത്തരത്തിൽ കൊണ്ടുപോകേണ്ടി വന്നതെന്നും ഇവർ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യ സർക്കാർ പ്രതിസന്ധിയിൽ. ശിവസേന നേതാവും മന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെ 12 MLA-മാർ ഗുജറാത്തിലെ റിസോർട്ടിലേക്ക് മാറി. ഇതിനു പുറമെ ശിവസേനയുടെ 8 MLA-മാർ BJP-യുമായി നിരന്തര ബന്ധം പുലർത്തുന്നുവെന്നാണ് വിവരം. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ 2 മണിക്ക് MLA-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. MG മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്ന. മിഥുൻ, ഉദ്ധവ് താക്കറെ സർക്കാരിന് വലിയ തിരിച്ചടിയാകുമോ ഈ MLA-മാരുടെ റിസോർട്ടിലുള്ള ഒളിച്ചുള്ള ജീവിതം?
അശ്വതി, മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന് വലിയ രീതിയിലുള്ള കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. മന്ത്രി മുതിർന്ന ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെ ഇത്തരത്തിൽ പാർട്ടി വിട്ടേക്കുമെന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ നിയമസഭാ ലെജിസ്ലേറ്റീവ് കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് അദ്ദേഹവും 11 MLA-മാരും സൂറത്തിലെ റിസോർട്ടിലേക്ക് മാറിയിട്ടുള്ളത്. ഇതുവരെയും ശിവസേന നേതാക്കൾക്ക് ഈ മന്ത്രിയുമായും ഒപ്പം തന്നെ മറ്റ് MLA-മാരുമായി ഇതുവരെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പുറത്തുവരുന്ന സൂചനകൾ. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഏക്നാഥ് ഷിൻഡെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ചുള്ള തീരുമാനവും ഒപ്പം തന്നെ അടുത്ത നടപടി എന്താണെന്നുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ BJP-യിലേക്ക് ചേക്കേറുമെന്നുള്ള ഒരു സൂചനയും ഈ ഒരു ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. വിമത നീക്കത്തിന്റെ ഭാഗമായി ഷിൻഡെയും ഒപ്പം തന്നെ 11 MLA-മാരും ഇപ്പോൾ ഗുജറാത്തിലെ സൂറത്തിലെ മെറിഡിയൻ ഹോട്ടലിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിച്ചതിന് പിന്നാലെയാണ് ഈ അസ്വാരസ്യങ്ങൾ, അതായത് ഏറെ നാളായി ഇത്തരത്തിൽ ശിവസേനയിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉദ്ധവ് താക്കറെയും ഒപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെയുമായി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏറിയും കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുമായി ബന്ധപ്പെട്ട് തുടർന്ന ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ക്രോസ് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇവരെ ഇത്തരത്തിൽ മാറ്റി നിർത്താനുള്ള പ്രേരണമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാടകമായിട്ടുള്ള നീക്കങ്ങൾക്കിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഇന്ന് MLA-മാരുടെ യോഗം 2 മണിക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ മുഴുവൻ MLA-മാരും എത്തിച്ചേരണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഏക്നാഥ് ഷിൻഡെയും ഒപ്പം തന്നെ മറ്റു 11 MLA-മാരും എത്തിച്ചേരുമെന്നുള്ള കാര്യമാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ 8 MLA-മാരുമായിട്ട് ഇവരെ കൂടാതെ മറ്റ് 8 ശിവസേന MLA-മാരുമായി BJP നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, അതായത് കോൺഗ്രസിന് ഇവിടെ 44 MLA-മാരാണുള്ളത്. ഈ 44 പേരും ഉടനടി ഡൽഹിയിൽ എത്തിച്ചേരണമെന്നുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് BJP പ്രധാനമായും ഒരു തന്ത്രം വെച്ചു പുലർത്തുന്നത് ഇവിടെ നിന്നും ഈ 3 സഖ്യങ്ങളിൽ നിന്നും നിരവധി MLA-മാരെയും ഒപ്പം തന്നെ സ്വതന്ത്ര MLA-മാരെയും അടർത്തിയെടുത്ത് തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു കണക്കുകൂട്ടലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലയിരുത്തലാണ് BJP ക്യാമ്പിലുള്ളത്. അത് നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഈ റിസോർട്ടിൽ 11 MLA-മാരുമായും ഒപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെയുമായും BJP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. സൂറത്തിലൂടെ തങ്ങളുടെ MLA-മാരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഇവിടെ, അതായത് രാജസ്ഥാനിലെയും ഒപ്പം തന്നെ മധ്യപ്രദേശിലെയും ഒരു പ്രതിസന്ധി മഹാരാഷ്ട്രയിൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 288 സീറ്റാണ് മഹാരാഷ്ട്രയിലുള്ളത്. അതിൽ 144 സീറ്റാണ് ഭരണം നിലനിർത്താൻ വേണ്ടത്. ഈ മഹാവികാസ് അഘാടി സഖ്യത്തിന് നിലവിൽ 169 പേരുടെ പിന്തുണയുണ്ട്. അതിൽ 56 സീറ്റ് ശിവസേനയ്ക്കും 54 സീറ്റ് NCPക്കും 44 സീറ്റ് കോൺഗ്രസിനുമാണുള്ളത്. ഒപ്പം തന്നെ മറ്റ് സ്വതന്ത്ര MLA-മാരുടെയും ഈ ഒരു പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്വതന്ത്ര കൂടി BJP ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ട് ഭരണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നീങ്ങുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഉദ്ധവ് താക്കറെയും ഒപ്പം തന്നെ NCP നേതാവ് ശരത് പവാറിന്റെയും നേതൃത്വത്തിൽ യോഗം നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്യുകയാണ്. 5ാം തവണയാണ് രാഹുലിനെ ED ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ 11 മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിൽ രാത്രി വൈകിയാണ് രാഹുലിനെ വിട്ടയച്ചത്. അതേസമയം സോണിയാഗാന്ധി മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയെങ്കിലും വീട്ടിൽ വിശ്രമത്തിൽ തുടരാനാണ് ഡോക്ടർമാർ സോണിയയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്വർണ്ണക്കടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് സ്വപ്ന സുരേഷിന്റെ കത്ത്. വൻ അഴിമതിയിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരിട്ട് പങ്കുണ്ട്. ബൊഫേഴ്സ്, ലാവ്ലിൻ, 2G എന്നിവയ്ക്ക് സമാനമാണ് സ്വർണ്ണക്കടത്ത്. ആശങ്കകൾ നേരിട്ടറിയിക്കാൻ അനുമതി നൽകണമെന്നും സ്വപ്ന സുരേഷ് കത്തിൽ ആവശ്യപ്പെടുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, സ്വപ്നയുടെ കത്തിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അശ്വതി, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് ഈ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത് UAE കോൺസുലേറ്റിലെ ജീവനക്കാരിയായ താൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിനുമെല്ലാം തന്നെയാണ് പ്രധാന പങ്കുള്ളത്. ഇത് പുറത്തു കൊണ്ടുവരണം. അതിനായി CBI അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മറ്റൊരു രാജ്യത്തെ കോൺസുലേറ്റ് കൂടി പങ്കാളിയായ ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ്
CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. മുമ്പ് കഴിഞ്ഞ ദിവസം നൽകിയതിനു ശേഷം തനിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് വലിയ ഉപദ്രവങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. തന്റെ ഒപ്പം നിൽക്കുന്ന അഭിഭാഷകരോടൊപ്പം തന്നെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെയെല്ലാം തന്നെ ഇത്തരത്തിൽ ഭീഷണികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതും ഇവർ പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് അറിയിക്കുന്നതിന് പ്രധാനമന്ത്രിയുമായി സന്ദർശനത്തിന് അനുമതി നൽകണമെന്നും ഇവർ ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ശരി പ്രസാദ്. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ തിരിച്ചടി മറികടക്കാൻ ഇടതുമുന്നണിയുടെ ജനകീയ സംഗമത്തിന് ഇന്ന് തുടക്കം. തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന തുറന്നുകാട്ടുകയും മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയുമാണ് ലക്ഷ്യം. UDFന്റെ അക്രമസമരങ്ങളെ ജനങ്ങളെ അണിനിരത്തി നേരിടാനെന്ന പേരിലാണ് LDFന്റെ ജനകീയ സംഗമങ്ങൾ. തിരുവനന്തപുരത്ത് കോടിയേരിക്ക് പുറമെ കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളും പങ്കെടുക്കും. നാളെ എറണാകുളത്തും മറ്റന്നാൾ കോഴിക്കോടും കാസർഗോഡും തുടർന്ന് മറ്റു ജില്ലകളിലും ജനകീയ സംഗമങ്ങൾ നടക്കും. വികസനം തടയാനും മുഖ്യമന്ത്രിയെപ്പോലും ആക്രമിച്ച് ക്രമസമാധാനം തകർക്കാനുമാണ് പ്രതിപക്ഷ ശ്രമമെന്ന് ഇടതുമുന്നണി ആരോപിക്കുന്നു. ഈ വികസനങ്ങൾ മുഴുവൻ തകർക്കാനും മുരടിപ്പിക്കാനും വികസന പദ്ധതികളെ നീട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നീക്കം അക്രമത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ അക്രമങ്ങളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫീസുകൾ ആക്രമിക്കുക, ഗവൺമെന്റ് ഓഫീസുകൾ എറിഞ്ഞു തകർക്കുക, പോലീസിനെ ആക്രമിക്കുക തുടങ്ങിയിട്ടുള്ള നടപടികൾ മുഖ്യമന്ത്രിയെ, കേരളത്തിന്റെ ഈ ഭരണത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെ തന്നെ അപകീർത്തിപ്പെടുത്താനും അപഹസിക്കാനും ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ ഭാഗമായി വൻ റാലിയും നടക്കും. സ്വപ്നയ്ക്ക് പിന്നിൽ BJP ആണെന്നും അവരുടെ കെണിയിൽ UDF വീണെന്നുമാണ് ഇടതുമുന്നണിയുടെ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. മുൻമന്ത്രി KT ജലീലിന്റെ പരാതിയിൽ സ്വപ്ന സുരേഷിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലെ FIR റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ FIR അടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KT ജലീൽ ചെയ്ത കുറ്റത്തെക്കുറിച്ചുള്ള വസ്തുതകൾ വെളിപ്പെടുത്തുന്നത് തടയാനാണ് പരാതി നൽകുകയും അതിന് പിന്നാലെ കേസെടുക്കുകയും ചെയ്തതെന്നാണ് സ്വപ്നയുടെ ഹർജിയിലെ വാദം. ബൈക്ക് റേസിംഗിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കുന്നു. നാളെ മുതൽ 2 ആഴ്ച കർശന പരിശോധന നടത്താനാണ് തീരുമാനം. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എവിടെയൊക്കെയാകും ഈ പരിശോധന നടത്തുക? വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് പൊതുവിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശന പരിശോധനകൾക്കാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം കോവളം തിരുവല്ലം ബൈപ്പാസിൽ ബൈക്ക് റേസിംഗിനിടെ 2 യുവാക്കൾ മരിച്ച സംഭവത്തിന് തുടർന്നാണ് പരിശോധന ശക്തമാക്കുന്നത്. ഗതാഗത മന്ത്രി ആന്റണി രാജു ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇത്തരം സംഭവങ്ങൾ സാധാരണ ഉണ്ടാകാറുള്ള സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഹൈവേകളിലൊക്കെ ശക്തമായ പരിശോധനയ്ക്കാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ഉത്തരവും വൈകാതെ പുറത്തിറങ്ങും. ശരിയാണ്. മുതലാളിമാരിൽ നിന്നല്ല മുസ്ലിം ലീഗ് രാഷ്ട്രീയം പഠിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലീഗ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഷാജി പറഞ്ഞു. MA യൂസഫലിക്കെതിരെ KM ഷാജി ഉയർത്തിയ വിമർശനം ലീഗിൽ ചർച്ചയായിരിക്കെയാണ് സാദിഖലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തി ഷാജിയുടെ പ്രസംഗം. വ്യവസായി MA യൂസഫലിയെ രൂക്ഷമായി വിമർശിച്ച KM ഷാജിയുടെ പ്രസംഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ വലിയ സ്വാധീനമുള്ളതും മുസ്ലിം ലീഗുമായി നല്ല ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്ന യൂസഫലിക്കെതിരെ വിമർശനം അനാവശ്യമായി പോയെന്നും ഷാജി തിരുത്തണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ തിരുത്താനല്ല, നിലപാടിൽ ഉറച്ച് മുന്നോട്ടു പോകാനാണ് KM ഷാജിയുടെ തീരുമാനം. ഇന്നലെ മലപ്പുറത്ത് സാദിഖലി തങ്ങൾക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ ഷാജി നടത്തിയ പ്രസംഗം ഈ സൂചനയാണ് നൽകുന്നത്. ലീഗിന് എന്ത് അധികാരം? ലീഗ് എപ്പോഴാണോ അധികാരം കണ്ടു തുടങ്ങിയത്? ലീഗ് എപ്പോഴാണ് സമ്പത്തും ധനാഢ്യന്മാരെയും ഒക്കെ കണ്ടു തുടങ്ങിയത്? ഇതൊന്നുമില്ലാത്ത കാലത്ത് നിന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരുന്നത്. ഏറനാട്ടിലെ മുതലാളിമാരല്ല, മലപ്പുറത്തിലെ മുതലാളിമാരല്ല, മണ്ണും ചളിയും ശരീരത്തിൽ പുരണ്ട പാവങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക ചുമലിലേറ്റിപ്പിടിച്ചത്. അധികാരമില്ലാത്ത മുസ്ലിം ലീഗും അധികാരമുള്ള മുസ്ലിം ലീഗും ഒരുപോലെയാണ് ലീഗുകാർക്ക്. അധികാരമില്ലാതെയും മുസ്ലിം ലീഗിന് നിൽക്കാൻ കഴിയുമെന്നുള്ള ഷാജിയുടെ പരാമർശം കുഞ്ഞാലിക്കുട്ടി പക്ഷത്തിനെതിരെയുള്ളത് കൂടിയാണ്. മലപ്പുറത്തെ പരിപാടിയിൽ സാദിഖലി തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഷാജി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റിന് താഴെ നിരവധി പ്രവർത്തകരാണ് ഷാജിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സർക്കാരിനോട് മൃദു സമീപനം സ്വീകരിക്കണമെന്ന ലീഗിലെ ഒരു വിഭാഗത്തിന്റെ വാദത്തിന് ശക്തി പകരാൻ ചില വ്യവസായ പ്രമുഖരും രംഗത്തുണ്ട്.
ഇതോടെയാണ് ശക്തമായ വിമർശനം തുടരാൻ ഷാജി തീരുമാനിച്ചതെന്നാണ് സൂചന. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. പയ്യന്നൂർ CPM-ൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നത് യാഥാർത്ഥ്യമാണെന്ന് കെ സുധാകരൻ. ഫണ്ട് തട്ടിപ്പ് CPM-ൽ പതിവാണ്. ഏരിയ സെക്രട്ടറി പ്രതിഷേധിച്ചതുകൊണ്ടാണ് ഈ സംഭവം പുറത്തുവന്നതെന്നും സുധാകരൻ പറഞ്ഞു. യോഗാ ദിനം. യോഗാദിനം വിപുലമായി ആചരിച്ച് രാജ്യം. മൈസൂരുവിൽ നടന്ന മെഗാ യോഗാഭ്യാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗമായി. पैरों को सामने की तरफ सीधा कर लीजिए. ನಿಮ್ಮ ಎರಡೂ ಕಾಲುಗಳನ್ನು ಮುಂದಕ್ಕೆ ಚಾಚಿ हाथों को नितंब के पास रखिए. ಎರಡೂ ಕೈಗಳನ್ನು ಸೊಂಟದ ಪಕ್ಕದಲ್ಲಿಡಿ. कमर सीधा कर लीजिए. ಬೆನ್ನನ್ನು ನೇರವಾಗಿರಿಸಿ. इसे दंडासन कहते हैं. ಇದು ದಂಡಾಸನ. യോഗ ലോകത്തിന്റെ മുഴുവൻ ഉത്സവമായി മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകമെങ്ങുമുള്ള ജനതയെ ഒരുമിപ്പിക്കാൻ യോഗയ്ക്ക് സാധിക്കുന്നു. കോവിഡ് കാലത്തെ മറികടക്കാൻ യോഗ സഹായകരമായെന്നും മോദി. इन परिस्थितियों में देश, द्वीप, महाद्वीप की सीमाओं से ऊपर योग दिवस का ये उत्साह, ये हमारी जीवटता का भी प्रमाण है. योग अब एक वैश्विक पर्व बन गया है. योग किसी व्यक्ति मात्र के लिए नहीं, संपूर्ण मानवता के लिए है. इसलिए इस बार अंतर्राष्ट्रीय योग दिवस की थीम है योगा फॉर ह्यूमैनिटी. मैं इस थीम के जरिए योग के इस संदेश को पूरी मानवता तक पहुंचाने के लिए 15,000 പേരാണ് മൈസൂരു പാലസ് ഗ്രൗണ്ടിൽ നടന്ന മെഗാ യോഗാഭ്യാസത്തിൽ പങ്കെടുത്തത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹി ജന്തർ മന്ദറിലും നിതിൻ ഗഡ്കരി നാഗ്പൂരിലും യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി. രാജ്യത്തെ 75 നഗരങ്ങളിൽ നടന്ന യോഗ പരിപാടികളിൽ 75 കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു. രാഷ്ട്രപതി ഭവനിലായിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് യോഗ അഭ്യസിച്ചത്. യോഗ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ലോക ജനതയ്ക്ക് ഇന്ത്യ നൽകിയ സംഭാവനയാണിതെന്നും രാഷ്ട്രപതി പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സേനയും ഉത്തരാഖണ്ഡിൽ 16,000 അടി ഉയരത്തിൽ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് യോഗാഭ്യാസം നടത്തി. സിക്കിമിലും അസമിൽ ബ്രഹ്മപുത്രയുടെ തീരത്തും ITBP-യുടെ സേനാംഗങ്ങൾ യോഗ അഭ്യസിച്ചു. യോഗാ ദിനത്തോടനുബന്ധിച്ച് ITBP പ്രത്യേക വീഡിയോ ഗാനവും പുറത്തിറക്കി. സംസ്ഥാനത്തും യോഗാ ദിനം വിപുലമായി ആചരിച്ചു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടന്ന യോഗ ദിനാചരണത്തിന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നേതൃത്വം നൽകി. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന യോഗ ദിനാചരണത്തിൽ കേന്ദ്രമന്ത്രി VK സിംഗ് ഭാഗമായി. ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കൈകൾ റിലീസ് ചെയ്തതിനു ശേഷം വീണ്ടും മകരാസനത്തിൽ ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. DGP അനിൽകാന്തിന്റെ നേതൃത്വത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. കോഴിക്കോട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗാ ദിനാചരണം സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുത്ത സമൂഹ യോഗ പ്രദർശനം നടന്നു. രാജ്യത്തെ 75 കേന്ദ്രങ്ങളിലായിരുന്നു പ്രദർശനം. തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയം വളപ്പിൽ നടന്ന പ്രദർശനത്തിൽ ജില്ലയിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ 200ഓളം പേർ പങ്കെടുത്തു. അഗ്നിപഥ് പദ്ധതിക്കെതിരായ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് കേന്ദ്രമന്ത്രി VK സിംഗ്.
പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാത്തവരാണ് ഇപ്പോൾ വിമർശിക്കുന്നത്. സൈനികർക്ക് മികച്ച പ്രകടനത്തിന് 6 മാസത്തെ പരിശീലനം മതിയെന്നും മുൻകാല ചരിത്രങ്ങൾ അതിന് ഉദാഹരണമാണെന്നും കരസേന മുൻ മേധാവി കൂടിയായ മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. It is all politically motivated. You look at the type of statements that are being given by Congress. When I speak like this and it is posted on Twitter by you, I'm trolled by Congress. I know who the trolls are, and they will put all kinds of funny names and they will speak all kinds of funny things which have got no relevance whatsoever. So this opposition is only by political opposers of the system. ജമ്മുകാശ്മീരിലെ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ സേന വധിച്ചു. സോപ്പോറിലാണ് ഭീകരൻ കൊല്ലപ്പെട്ടത്. പുലർച്ചെ മുതൽ 2 ഇടങ്ങളിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. സോപ്പോറിലും പുൽവാമയിലെ തുജാനിലുമാണ് സേനയും ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ. കോട്ടയം ഐമനം സ്റ്റേഡിയം നിർമ്മാണത്തിലെ ക്രമക്കേട് പരിശോധിക്കാൻ മന്ത്രിതല സംഘം നേരിട്ടെത്തും. കായികമന്ത്രി വി അബ്ദുറഹ്മാനും മന്ത്രി വി എൻ വാസവനുമാണ് സ്ഥലം സന്ദർശിക്കുക. നിർമ്മാണം പൂർത്തിയായി 1 വർഷത്തിനുള്ളിൽ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. കോട്ടയം ഐമനം ഇൻഡോർ സ്റ്റേഡിയത്തിലെ നിർമ്മാണ ക്രമക്കേട് ദൃശ്യങ്ങൾ സഹിതം പുറത്തുവന്നതോടെയാണ് സർക്കാർ നേരിട്ടിടപെടുന്നത്. സ്റ്റേഡിയം നിർമ്മാണത്തിലെ വീഴ്ച പരിശോധിക്കാനാണ് തീരുമാനം. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വൈകാതെ ഐമനത്തെത്തും. സ്ഥലം MLAയും സഹകരണ മന്ത്രിയുമായ വി എൻ വാസവന്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് സ്പോർട്സ് മന്ത്രി നേരിട്ടെത്തുന്നത്. മന്ത്രിമാരുടെ സന്ദർശനത്തിന് പിന്നാലെ സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ച് വീഴ്ച പരിശോധിക്കാനാണ് തീരുമാനം. അറ്റകുറ്റപ്പണി നടത്തി ബലക്ഷയം പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് ആലോചന. വീഴ്ച വരുത്തിയ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുക്കാനും സാധ്യതയുണ്ട്. ഏതായാലും മന്ത്രിമാരുടെ സന്ദർശനത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കൈവശ ഭൂമി അന്യാധീനപ്പെട്ടപ്പോൾ ഇടം ചുരുങ്ങിപ്പോയവരാണ് വയനാട് കോളിമൂല പണിയ കോളനിക്കാർ. അവശേഷിക്കുന്ന ഭൂമിയോട് ചേർന്നുള്ള ശ്മശാനത്തിൽ പോലും പരിസരവാസികൾ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് കോളനിക്കാർ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ന്യൂസ് 18 ഫോളോ അപ്പ്. കൈവശ ഭൂമി കൈവിട്ടുപോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കോളിമൂല കോളനി നിവാസികളുടെ മുൻ തലമുറയിലുള്ളവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഭൂമി അന്യാധീനപ്പെട്ടതോടെ ഇടം ചുരുങ്ങിപ്പോയ മനുഷ്യർ 2-3 ഏക്കറിൽ മാത്രം 70 പണിയ കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ കഴിയുന്നത്. കൃഷിഭൂമിയൊന്നാകെ അന്യാധീനപ്പെട്ടപ്പോൾ കൂലിപ്പണി മാത്രം ആശ്രയമായവർ. ഇതൊക്കെ ഞങ്ങളെ ഭൂമി തന്നെയാ. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ 3 ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കയ്യേറ്റം നടന്ന് അത് അവര് വെട്ടിപ്പിടിച്ചു. പണ്ടത്തവർക്ക് പിന്നെ അത് പ്രതികരിക്കാനും പറയാനൊന്നും പറ്റില്ലല്ലോ, അറിയില്ലല്ലോ. കോളിമൂല കോളനിക്കാരുടെ ശ്മശാനം പോലും ചുരുങ്ങിയില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ശ്മശാനത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവ് സംഭവം. ചോദ്യം ചെയ്താൽ ഭീഷണിയും. ശ്മശാനത്തില് ചാക്കില് സാധനങ്ങളൊക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടിടും. പിന്നെ അത് ഞങ്ങളെ പോലെയുള്ളവർ ചോദിക്കുമ്പോൾ അവര് പിന്നെ പ്രതികരിക്കും, ഞങ്ങളും പ്രതികരിക്കും. പിന്നെ അത് വ്യക്തിവൈരാഗ്യമായിട്ട് അവര് പോകുന്ന വഴിയിലൂടെ ആണുങ്ങളൊക്കെ ചിലപ്പോൾ പണി കയറി വരുമ്പോൾ അവരോട് കച്ചറ ഉണ്ടാക്കും, വീട്ടിൽ കയറി വരും, പിന്നെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കും. എല്ലാ കാലങ്ങളിലും കടുത്ത ചൂഷണങ്ങൾക്കിരയായവരാണ് കോളിമൂല കോളനിക്കാർ. കൃഷിഭൂമിയെല്ലാം ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോയതാണ്. കൈവശഭൂമി കയ്യേറ്റത്തെ തുടർന്ന് നഷ്ടമായപ്പോൾ ഇടം ചുരുങ്ങിപ്പോയവരാണ് വയനാട്ടിലെ ആദിവാസികൾ. ഇപ്പോഴും പല ഭാഗങ്ങളിലായി കയ്യേറ്റം നടക്കുന്നതായാണ് ആദിവാസികൾ പറയുന്നത്. അന്യാധീനപ്പെടുന്ന ആദിവാസി ഭൂമി സംരക്ഷിക്കാൻ നിരവധി നിയമങ്ങളുള്ള നാട്ടിലാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ സജീവമായിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. അട്ടപ്പാടി താവളം മുള്ളി റോഡിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. കുട്ടിയാനകൾ ഉൾപ്പെടെ 10ഓളം കാട്ടാനകളാണ് മേഖലയിൽ തമ്പടിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനക്കൂട്ടം റോഡിൽ ഇറങ്ങുന്നതിനാൽ ഗതാഗത തടസ്സവും പതിവാണ്. ഫ്രണ്ടില് അതാ ഓടിക്കുന്നു. അതാ കുട്ടി വെറുതെ
ആൽക്കഹോൾ ഇങ്ക് കൊണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ ഒരുക്കി GST കമ്മീഷണർ വീണ എൻ മാധവന്റെ ചിത്രപ്രദർശനം. കോഴിക്കോട് ആർട്ട് ഗാലറിയിലാണ് ഫ്ലൂയിഡ് ആർട്ട് ശൈലിയിൽ വീണ ഒരുക്കിയ ചിത്രങ്ങളുടെ പ്രദർശനം നടന്നത്. ഫ്ലൂയിഡ് ചിത്രരചനാ ശൈലിയിൽ ആൽക്കഹോൾ ഇങ്ക് താരതമ്യേന പുതിയ മാധ്യമമാണ്. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ 25 ആൽക്കഹോൾ ഇങ്ക് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് GST കമ്മീഷണറായ വീണ എൻ മാധവൻ IAS. വീണയുടെ ആദ്യ ചിത്ര പ്രദർശനമാണ് കോഴിക്കോട് നടന്നത്. വാട്ടർ കളർ ഇങ്ക്, അക്രിലിക് പോറിംഗ് എന്നിവ ഫ്ലൂയിഡ് ആർട്ട് ശൈലിയിൽ സാധാരണ ഉപയോഗിച്ചു വരുന്നവയാണ്. ആൽക്കഹോൾ ഇങ്ക് കൂട്ടത്തിൽ പുതിയവനാണെന്ന് മാത്രം. എൻചാന്റിംഗ് ഹ്യൂസ് എന്ന പേരിലാണ് ചിത്ര പ്രദർശനം. പ്രകൃതിയുടെ സ്വാഭാവിക കലാരൂപങ്ങളാണ് ആൽക്കഹോൾ ഇങ്കിലൂടെ മിഴി തുറന്നത്. ആൽക്കഹോൾ ഇങ്ക് എന്ന് പറയുന്നത് ഒരു പുതിയ മാധ്യമമാണ്. അത് ആൽക്കഹോൾ ബേസ്ഡ് ഒരു പിഗ്മെന്റ് ആണ്. നമ്മളൊരു നല്ല നോൺ പോറസ് ആയിട്ടുള്ള ഒരു യൂപ്പോ പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ഒരു പേപ്പർ ഉണ്ട്. അതിലൊഴിക്കും. അതിന്റെ മേലെ തന്നെ നമ്മൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഒഴിച്ചിട്ട് ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ സ്ട്രോ ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഷേപ്സ് പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഹാൻഡ് മൂവ്മെന്റിന്റെ കൺട്രോൾ അനുസരിച്ചിരിക്കും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടാക്കാനും അല്ലെങ്കിൽ വരയ്ക്കാനും കഴിയുന്നത്. ചിത്രരചനയൊന്നും പഠിക്കാത്ത ഈ IASകാരി കഴിഞ്ഞ 2 വർഷത്തിനിടെ നടത്തിയ പരീക്ഷണമാണ് ഈ മനോഹര ചിത്രങ്ങൾ. ഫോറസ്റ്റ്, ഗാലക്സി തുടങ്ങിയ വീണയുടെ ചിത്രങ്ങളാണ് കാഴ്ചക്കാരെ ഏറെ ആകർഷിച്ചവ. ന്യൂസ് 18 കോഴിക്കോട്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.